എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ബ്രാൻഡാണ്, ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ കൺമുന്നിലിരിക്കുന്ന പൾസർ. അപ്പോൾ പൾസറിൻ്റെ ഏതാണെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കർ നോക്കേണ്ടി വരും, ഇത് ഏത് CS കാറ്റഗറി പെടുന്ന വാഹനമാണെന്ന്. അപ്പം ഇതിൻ്റെ ഡിസൈനും ലുക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൾസറിൻ്റെ അതേ സെറ്റപ്പിലാണ്. പക്ഷേ ഇതൊരു 125cc ബൈക്കാണ്. ഈ കാണുന്ന പോലെ ഇത് 125 ആണ്. അപ്പോൾ ഇത് പൾസറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഒരു പൾസർ സീരീസിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനിൽ വരുന്ന വാഹനങ്ങൾ, അതായത് പൾസർ 125, 150, 160 എന്നുള്ള കാറ്റഗറിയിലൊക്കെ വരുന്ന വാഹനങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. ഡിസൈനിലും കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതാണ്. നേരെ ഈ ഒരു വണ്ടിയിലോട്ട് തുടങ്ങാം. നമ്മൾ ഈ കാണുന്നത് പോലെ എന്താ ഒരു ഡിസൈൻ, ഒരു പഴമയുള്ള ഡിസൈൻ. അപ്പം പറയുമ്പോഴും നൂതനമല്ലെന്ന് പറയാൻ പറ്റില്ല. പഴമയുള്ള ഡിസൈൻ എന്ന് പറയുമ്പം ഇവരുടെ ഐക്കോണിക് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ. ഈ ഒരു ഡിസൈനിലാണ് ഈ ബജാജ് പൾസർ എന്ന് പറയുന്ന സീരീസ് 110 ഹിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇറങ്ങിയ സമയം തൊട്ട് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതൊക്കെയായിരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് പുതിയ വണ്ടികളോട്ട് വന്നപ്പോൾ അവർ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 125cc ബൈക്ക് കൂടെ ഇറങ്ങിയ സമയത്തും ഈ ഒരു ഡിസൈൻ അവർ വിട്ട് കളയാൻ തയ്യാറായില്ല. ആ ഒരു സെയിം ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു വണ്ടിയോട് കിട്ടുന്നത്. ഈ കാണുന്ന പോലെ ഒരു ബൾക്കായിട്ടുള്ളൊരു വണ്ടി, ഒരു 125cc ബൈക്കാണെന്ന് പറഞ്ഞാലും ഇതിൽ നമ്മൾ 125cc ബൈക്കുകൾ സാധാ കാണുന്ന പോലെ കുഞ്ഞൻ വണ്ടിയും കാര്യങ്ങളൊന്നുമല്ല, ഒരു ബൾക്കി ഫീൽ തരുന്ന, അതായത് നമുക്ക് വലിയ പൾസർ ഉള്ള പോലെ തന്നെയുള്ള ആ ഒരു ഫീലും ആ ഒരു സെറ്റപ്പും തരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു കുഞ്ഞൻ 125cc വരുന്ന ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും എടുത്ത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ കണ്ട് പരിചയപ്പെട്ട ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ റേസിംഗ് എന്താണെന്ന്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റണ്ടിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചെന്നൊരു വാഹനം കൂടിയാണ് നമ്മുടെ ഒരു കുഞ്ഞൻ പൾസർ എന്ന് പറയുന്നത്. എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ഇതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള വലിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. പുതിയ ഗ്രാഫിക്സ്, പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ കളർ എലമെന്റ് വരുന്നൊരു ഗ്രാഫിക്സ് വരുന്നൊരു വണ്ടിയാണ്. ഐക്കോണിക് ആയിട്ടുള്ള 2 പാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് താക്കോലാണ് കാണിക്കാം. ഈ ഒരു സെറ്റപ്പ് കണ്ടില്ലേ, ഈ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. 2 പാർക്ക്, പിന്നെ ഹാലജനായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതിന് LED കാര്യങ്ങളൊന്നും വരുന്നില്ല, കാരണം ഇതൊരു ഐക്കോണിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പൾസറിൻ്റെ പഴയ വണ്ടികൾക്കെല്ലാം വരുന്നതിന് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നത് ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒട്ടും പോരായ്മയല്ല, അവരുടെ ആ കാണുന്ന സ്റ്റൈല് നിലനിർത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി കഴിഞ്ഞാലും ഇതും ആ ഒരു പഴയ ലൈറ്റ് സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിലും മാറ്റമൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന പോലെ ആ ഒരു പഴയ സെറ്റപ്പ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെലിസ്കോപ്പ് സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ബോഡി കളറോട് ചേരുന്ന മൽഗാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 125cc നമുക്ക് ABS നിർബന്ധമല്ലാത്തത് കൊണ്ട് തന്നെ ABSും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡിസ്ക് ബ്രേക്ക് കിട്ടുന്ന അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ്. ഗ്രാഫിക്സിൻ്റെ ആ ഒരു തീം നമുക്കിതിൻ്റെ വീലിലൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 120cc എഞ്ചിന്, പിന്നെ നമുക്ക് കിക്കർ ഓപ്ഷൻ വരുന്നുണ്ട്, സെൽഫും വരുന്നുണ്ട്. ബ്രേക്ക് പെഡലൊക്കെ ആ ഒരു ക്രോമിന് ഫിനിഷ് വരുന്നതാണ്. ഈ സ്റ്റാർട്ടിലായാലും ക്രോമിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈലൻസർ നോക്കിയാൽ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെയാണ്. പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നതും ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ വളരെ നൈസാണ്. ബാക്കിലായിട്ട് ടയർ ഹക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 100cc വണ്ടി ആയതുകൊണ്ട് തന്നെ 100, 90, 17 ടയറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കിൽ കൊടുത്തിട്ട് ഫ്രണ്ടിലും ആ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ വീതി കൂടിയൊരു ടയറും കാര്യങ്ങളൊന്നും കാര്യമൊന്നും വരുന്നില്ല. കാരണം 100cc വണ്ടിയാണ്. ആ ഒരു സ്റ്റൈലിൽ കൊടുത്താലും മതി. ബാക്കിലായിട്ട് ഡ്രം ബ്രേക്കാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് കാണുന്ന പോലെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് LED ആണ് വരുന്നത്, ടൈലൈറ്റ് LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് LED അല്ലേ വരുന്നത്. പിന്നെ വലിയൊരു മൽഗാർഡും കാര്യങ്ങളൊക്കെ കാണാം. നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന് സസ്പെൻഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്യുവൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഈ കാണുന്ന പോലെ. പിന്നെ നമുക്കൊരു ബാക്കിലേക്ക് ലേഡീസിലിരുന്ന് ചവിട്ടാവുന്ന ടൈപ്പിലുള്ള ഒരു സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെയിൻ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി കവറായിട്ടുള്ള ചെയിനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഗിയർ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പാണ്. ഒരു പഴയ സെറ്റപ്പിലാണ് കൊടുത്തത്. പഴയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രായമുള്ള ഒരാൾ ഓടിച്ചെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഗിയറൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ടൈപ്പ് ഗിയർ ഷിഫ്റ്റ് സെയിം ആണെങ്കിൽ പോലും ഇതിൽ ബാക്കിലോട്ടൊരു പെഡൽ വരുന്നുണ്ട്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്.
പിന്നെ ഫുഡ് ഡ്രസ്സ് നോക്കിയാലും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റബ്ബറിൻ്റെ പാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫുഡ് ഡ്രസ്സ് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, അത് സ്ത്രീയായിട്ട് തന്നെയുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ആയിട്ടുള്ള ആൾ ഓടിക്കുകയാണെങ്കിൽ പോലും സിമ്പിളായിട്ട് ഓടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് കൊടുത്തത്. പിന്നെ നമുക്ക് ഈ സൈഡിലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 125 എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ആ ഗ്രീൻ കളർ കാണാം ലാപ്സിൻ്റെ ഭാഗത്തുള്ള. പിന്നെ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ടാങ്കിൽ ആ പൾസർ എന്ന് എഴുതിയിരിക്കുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഒരു 3D എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായാലും ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ കൗൾ പീസ് ഇതിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ ടാങ്കിൽ E20 എന്ന് പറയുന്ന ആ ഒരു പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ചെറിയൊരു ടാങ്ക് പ്രൊട്ടക്ടറും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും എല്ലാം ഈ ഒരു ഗ്രാഫിക്സ് തീമിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഗ്രീൻ എലമെൻറ്റ് കയറി വരുന്നുണ്ട്. സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രിപ്പി ഫീലുള്ള ഒരു ഒത്തിരി ഹാർഡെന്നും പറയാൻ പറ്റില്ല, ഒത്തിരി സോഫ്റ്റ് എന്നും പറയാൻ പറ്റില്ല, ഒരു മിഡ് റേഞ്ചിൽ വരുന്ന സീറ്റിൻ്റെ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സീറ്റ് ഹൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ കുറഞ്ഞ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ്. കടയിൽ 100cc വണ്ടി ആയതുകൊണ്ട് തന്നെ ആർക്കും സിമ്പിളായിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളെല്ലാം ബജാജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഹാൻഡിൽ ബാർ അതും ഐക്കോണിക് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാലും എൻ്റെ ഒരു 5.7 ആണ് ഹൈറ്റ് വരുന്നത്. എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തറയിൽ കാല് കുത്തി 2 കാലും തറയിൽ സിമ്പിളായിട്ട് കുത്തിരിക്കാം. ജസ്റ്റ് വേണമെങ്കിൽ എനിക്ക് ഒന്ന് എണ്ണിച്ച് നിൽക്കാൻ പോലും ഈ ഒരു സെറ്റപ്പിൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് വർഷങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സെറ്റപ്പിലുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. ഒരു 3 പീസ് ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാനൊക്കെ വളരെ മനോഹരമാണ്, സെറ്റപ്പാണ്, നല്ല രസമുണ്ട് കാണാൻ. സ്വിച്ചസൊക്കെ നോക്കിക്കഴിഞ്ഞാലും പാസ്, ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ഈ സൈഡിലായിട്ട് നമുക്ക് എഞ്ചിൻ സ്വിച്ച് വരുന്നുണ്ട്, സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാ പൾസറിൻ്റെ വണ്ടികളിലും കാണുന്ന സെയിം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു മീറ്റർ, അതായത് ഒരു ഡിജിറ്റൽ മീറ്റർ വിത്ത് അൺലോക്ക് മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ട് നമ്മൾ കണ്ടുവരുന്ന സെയിം സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ RPM കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഈ വണ്ടിയിൽ അറിയാൻ പറ്റുന്ന ഓഡോമീറ്റർ, ടൈം, കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പ് A, ട്രിപ്പ് B അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവലിൻ്റെ വാണിംഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു കുഞ്ഞൻ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് മീറ്ററും കൊടുത്തിരിക്കുന്നത്. കീ വരുന്നത് ഈ ഒരു ടൈപ്പ് തന്നെയാണ്. അവരുടെ ഇപ്പോൾ വരുന്ന എല്ലാ 125cc സ്പോർട്ട് കീയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ ഒരു 124.4cc എഞ്ചിനാണ് ബജാജ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കമ്പനി ഈ ഒരു വണ്ടിക്ക് ക്ലെയിം ചെയ്യുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 50 കിലോമീറ്ററാണ്. ഈ ഒരു ഡിസൈനിൽ ഇത്രയും ക്യൂട്ടായിട്ടൊരു വണ്ടിക്ക് 50 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഈ ഒരു വണ്ടി. ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,16,000 രൂപയാണ്, 16,500 രൂപയാണ്. ഇതിന് 2 വേരിയൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇരിക്കുന്നത് ഈ ഒരു ടൈപ്പുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഒരു 140 കിലോ ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് ബജാജ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 11.5 ലിറ്ററാണ് പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 790 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ 11.64 BSP 8,500 RPM മാക്സിമം പവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 10.8 Nm 6,500 RPM പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ വണ്ടിക്ക് 140 കിലോ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമുക്ക് സീറ്റിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയാൽ 790 mm ആണെന്ന് ഞാൻ പറഞ്ഞു. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഓവറോൾ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ 2055 mm ആണ്. പിന്നെ ഒരു ഓവറോൾ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 755 mm. അതുപോലെ നമുക്ക് ഓവറോൾ വണ്ടിയുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1060 mm ആണ് ഓവറോൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. വീൽ ബേസ് വരുന്നത് 1320 mm ആണ്. നമുക്ക് ഈ ഒരു വണ്ടിക്ക് വാറണ്ടിയും കാര്യങ്ങളും കമ്പനി പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്ററുമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ന് നമുക്ക് ഈ ഒരു വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള റോയൽ ബജാജ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഷോറൂമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൾസർ സീരീസിലുള്ളായാലും ബജാജിൻ്റെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ കൂടെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പൾസർ 125 ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൻ്റെ താഴെ ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.